നമസ്കാരം സുഹൃത്തുക്കളെ, എന്തൊക്കെയുണ്ട്? എല്ലാവരും നന്നായിരിക്കുന്നോ? പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വളരെ മനോഹരമായ അലങ്കാരപ്രധാനമായ ഒരു പ്ലാന്റാണ്, ഫൈക്കസ് പ്ലാന്റ്. ആ പ്ലാന്റിൻ്റെ വിശേഷങ്ങളായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഈ പ്ലാന്റിൻ്റെ ഇലകളിൽ കാണുന്ന വ്യത്യസ്തമായ ഈ പാറ്റേണും നിറവും ഒക്കെ നമുക്ക് ഭയങ്കര ആകർഷണമായിട്ട് തോന്നുന്ന ഒരിതാണ്. എപ്പോഴും നല്ല ഭംഗിയിലിരിക്കുന്ന ഈ ഇലകളുടെ ഒരു പ്രത്യേകത തന്നെയാണ് ഈ പ്ലാന്റ് നമ്മൾ ശ്രദ്ധിക്കപ്പെടാൻ ഒരു കാര്യം. ഓരോ ഇലയും ഒരു ചിത്രപടം പോലെ തോന്നുന്നില്ലേ? ലീഫിൻ്റെ ഒരു ഷേപ്പ് തന്നെയാണ് ഇതിൻ്റെ അട്രാക്ഷൻ. നമുക്ക് പോട്ടിലും വേണമെങ്കിൽ മണ്ണിലും നടാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. ഇങ്ങനെ നമ്മൾ ഒരു ഗേറ്റിൻ്റെ സൈഡിലൊക്കെയാണ് ഈ പ്ലാന്റ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ വീട്ടിലേക്കുള്ള ഒരു ഷോ മൊത്തം ഈ പ്ലാന്റ് അങ്ങ് എടുക്കും. അത്രയും ഭംഗിയായിട്ട് ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞിങ്ങനെ ഉണ്ടായി നിൽക്കും. അതെല്ലാം നമ്മളൊരു പോട്ടിലാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ ആ പോട്ടിലിങ്ങനെ ഒരു കുറ്റിയായിട്ട് നിർത്തി കഴിഞ്ഞാലും ഇതിൻ്റെ ഈ ലീവ്സിൻ്റെ ഭംഗി കൊണ്ട് എപ്പോഴും നല്ല ഷോയിലൊരു നല്ല ഭംഗിയായിരിക്കുന്ന നല്ലൊരു പ്ലാന്റാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഇലകൾ ഇങ്ങനെ നീങ്ങുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഈ സൂര്യപ്രകാശം നന്നായിട്ട് കിട്ടിയാലും അങ്ങനെ മങ്ങിപ്പോകുന്ന പ്രശ്നമൊന്നുമില്ല. ഹെൽത്തി പ്ലാന്റായിട്ട് തന്നെ ഇരിക്കുന്ന ഒരു പ്ലാന്റാണിത്. പിന്നെ ഇതിന് അത്യാവശ്യം വെള്ളം വേണ്ട ഒരു പ്ലാന്റാണ്. നല്ല വെള്ളം കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പുതിയ ഇലകൾ വരികയും പെട്ടെന്ന് വളർന്നു വരികയും ചെയ്യുന്ന നല്ലൊരു പ്ലാന്റാണിത്. കുറച്ച് ഈർപ്പം ആവശ്യമുണ്ട് ഈ പ്ലാന്റിന്. അതുകൊണ്ട് തന്നെ മൂടൽ കാലാവസ്ഥയിലൊന്നും ഇത് അത്ര നന്നായിട്ട് വളർന്ന് കാണാറില്ല കേട്ടോ. ഇതിന് ഒരു ഫെർട്ടിലൈസർ നമുക്ക് കൊടുക്കാമെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു ലിക്വിഡ് ഫെർട്ടിലൈസർ നമ്മൾ ഹോം മെയ്ഡായിട്ട് നാച്ചുറലായിട്ട് വീട്ടിലൊക്കെയുള്ള വെജിറ്റബിൾസൊക്കെ ഇട്ട് വെക്കുന്ന വെള്ളമില്ലേ, അത് നമ്മളെ വേസ്റ്റ് ഉണ്ടാവില്ലേ, വെജിറ്റബിൾസിൻ്റെ പീൽസൊക്കെ നമ്മളൊരു വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ട് ഒരു 4-5 ദിവസം അത് എടുത്ത് വെച്ചിട്ട് അതിൽ കുറച്ചൊരു വെള്ളം മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുത്താൽ മതി. അല്ലാതെ പുറത്തുനിന്ന് വലിയ വളത്തിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ലെങ്കിൽ പോലും നല്ല രീതിയിൽ തന്നെ വളർന്നു വരുന്ന നല്ലൊരു പ്ലാന്റാണ് കേട്ടോ ഇത്. പിന്നെ ചിലപ്പോൾ ഇതിൻ്റെ ഇലകൾ ഇങ്ങനെ ഉണങ്ങിപ്പോകുന്നത് കാണാറുണ്ട്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ കുറവാണ്. കുറച്ച് വെളിച്ചക്കുറവും കാരണം കൊണ്ട് തന്നെ ചിലപ്പോൾ അങ്ങനെ ഇലകളൊക്കെ ഉണങ്ങി പോകുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ ഇലയിലെ അറ്റത്ത് ഇങ്ങനെ ബ്രൗൺ നിറ പോകുന്നത് അതും വെള്ളത്തിൻ്റെ കുറവ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഒരു വെള്ളം അത്യാവശ്യം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നമൊക്കെ സോൾവ് ചെയ്യേ. നമ്മുടെ ഈ ഫൈക്കസ് പ്ലാന്റ് വായു ശുദ്ധീകരിക്കാൻ നല്ലൊരു പ്ലാന്റാണ്. എയർ പ്യൂരിഫിക്കേഷൻ പ്ലാന്റ് എന്നുള്ള പേരിൽ കുറച്ചധികം പ്ലാന്റ്സ് ഇപ്പോൾ ഉണ്ട്. അതിൽ ഏറ്റവും ബെസ്റ്റായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ ഇത്. കുറഞ്ഞ വെളിച്ചത്തിൽ പോലും നല്ല രീതിയിൽ വളർന്നു വരുന്ന ഒരു പ്ലാന്റാണ്. പിന്നെ ചില ആളുകൾ ഇത് വൃക്ഷം പോലെ നന്നായി അങ്ങ് വളർത്തിയെടുക്കാറുണ്ട്. അങ്ങനെയും നമുക്ക് പോട്ടിലും 2 തരത്തിലും വളർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ്. ഈ പ്ലാന്റിനെ ബോൺസായി ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുക. പിന്നെ ഫെങ് ഷൂയി വിശ്വാസപ്രകാരം, വാസ്തുപ്രകാരം ഇത് അവർ നല്ലൊരു പ്ലാന്റായിട്ട് വിശ്വസിക്കുന്നുണ്ട്. ഇത് വീടുകളിൽ വെച്ച ഐശ്വര്യം ഉണ്ടാവും എന്നൊക്കെ ഉള്ളൊരു വിശ്വാസമുണ്ട്. പിന്നെ മാസത്തിലൊരു ദിവസം ഒരു ലിക്വിഡ് ഫെർട്ടിലൈസറൊക്കെ കൊടുത്താൽ തന്നെ നല്ല രീതിയിൽ വളർന്നു വരുന്ന നല്ലൊരു പ്ലാന്റാണിത്. പിന്നെ നമ്മൾ മനോഹരമായൊരു പാത്രത്തിലൊക്കെയാണ് ഇത് വെക്കുന്നതെങ്കിൽ ആ ഒരു ഭംഗി നമുക്ക് ഇൻഡോറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്താലും നല്ലതായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റാണിത്. പിന്നെ ഇതിന് അങ്ങനെ കീടങ്ങളുടെ ഒരു പ്രശ്നം അങ്ങനെ വരാറില്ല. ഇനി കീടങ്ങളുടെ പ്രശ്നം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നീം ഓയിൽ ഒരു 5 ml 10 തുള്ളി ഡിഷ് വാഷും കുറച്ച് 1 കപ്പ് വെള്ളം മിക്സ് ചെയ്തൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ കീടങ്ങളെ ആക്രമണത്തിൽ നിന്നൊക്കെ പ്ലാന്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം. ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യുന്നവർക്കൊക്കെ ഇപ്പോൾ ഒരു പ്രിയപ്പെട്ട പ്ലാന്റാണ് കേട്ടോ ഈ ഫൈക്കസ് പ്ലാന്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഈ ഗ്ലോസി ലീവ്സാണ് എപ്പോഴും അട്രാക്ഷനായിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു എവർഗ്രീൻ പ്ലാന്റാണ്. എപ്പോഴും പച്ചപ്പിൽ നിൽക്കുന്നത്. നമ്മൾ ശരിയായ രീതിയിൽ സൂക്ഷിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വീടിന് സൗഭാഗ്യം ആകർഷണമൊക്കെ തരുന്ന നല്ലൊരു പച്ച ഇലകളാലുള്ള നല്ലൊരു പ്ലാന്റാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇത് നമുക്ക് ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യുക, ബോൺസായി ആയിട്ട് സെറ്റ് ചെയ്യുക, ഔട്ട്ഡോറായിട്ട് സെറ്റ് ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെ പിടിപ്പിക്കുക, എങ്ങനെയാണ് ഇതൊരു നട്ടുപിടിപ്പിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എടുക്കുന്നത് മണ്ണ്, മണൽ, പിന്നെ കുറച്ച് ചകിരിച്ചോറ്, ചാണകപ്പൊടി. ഇതാണ് എൻ്റെ ഒരു പോട്ടി മിക്സ്. ചില സമയങ്ങളിൽ ചാണകപ്പൊടിക്ക് പകരം ഞാൻ വീട്ടിൽ കമ്പോസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് കമ്പോസ്റ്റോ അല്ലെങ്കിൽ കരിയില കമ്പോസ്റ്റോ ഞാൻ ചെയ്യുന്നുണ്ട്. അതോ ഇടാറുണ്ട് കൂടെ എക്സ്ട്രാ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു പോട്ടി മിക്സ് വരുന്നത്. അപ്പോൾ
ഇതെടുത്തിട്ട് നമുക്ക് നടാം. അപ്പോൾ 2 രീതിയിൽ നമുക്കിത് നട്ടുപിടിപ്പിക്കാം. ഒന്ന്, നമുക്ക് കട്ടിങ്സ് കട്ട് ചെയ്തിട്ട് ഒരു അലോവേര ജെല്ലിലെങ്ങാനും റൂട്ടിംഗ് ഹോർമോണായിട്ട് നമുക്ക് ഉപയോഗിക്കാം അലോവേരയെ. എന്നിട്ട് നമുക്കിതിലേക്ക് കുത്തിവെക്കാം. ഇനിയിപ്പോൾ ഒരു റൂട്ടിംഗ് ഹോർമോൺ എടുത്തിട്ടില്ലെങ്കിലും നല്ല രീതിയിൽ തന്നെ പിടിച്ച് കിട്ടാറുണ്ട് കേട്ടോ. അതല്ലെങ്കിൽ നമ്മൾ ഈ കട്ടിങ്സ് എടുത്ത് ഒരു 3 ആഴ്ച വെള്ളത്തിലിട്ട് വയ്ക്കുക. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ വേര് വരും. എന്നിട്ട് നമുക്ക് പിടിപ്പിക്കാം. ഇങ്ങനെയൊക്കെയാണ് ഇത് പിടിപ്പിക്കാൻ പറ്റുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ഞാൻ ഈ ഒരു പ്ലാന്റിന് റൂട്ടിംഗ് ഹോർമോൺ ഒന്നും ഉപയോഗിക്കാതെ ഡയറക്റ്റ് അങ്ങോട്ട് വെച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യാറുള്ളത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു കട്ടിയുള്ള ഒരു സ്റ്റെം ആയതുകൊണ്ട് തന്നെ ഒരു റൂട്ടിംഗ് ഹോർമോൺ ഇല്ലെങ്കിലും പിടിച്ച് കിട്ടാറുണ്ട് കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താ വെച്ചാൽ പോട്ടിൻ്റെ അടിയിലുള്ള ഡ്രൈനേജ് ഹോള് നല്ല രീതിയിൽ ഹോള് ആക്കി വെച്ചിട്ടുണ്ടാവണം. അല്ലെങ്കിൽ നമ്മുടെ ഈ കട്ടിങ്സ് ചീഞ്ഞു പോകാനും വെള്ളം അധികമായി കഴിഞ്ഞാൽ വെള്ളം താഴേക്ക് നേരെ പോയില്ലെങ്കിൽ നശിച്ചു പോകാനും പിടിക്കാതിരിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇൻഡയറക്റ്റ് സൺലൈറ്റിലാണ് പിടിപ്പിച്ച പാട് നമ്മൾ ഇത് നട്ടതിൻ്റെ ഒരു 2-3 ആഴ്ച ഞാൻ വെക്കാറുള്ളത്. അതിന് ശേഷം അപ്പോഴും ഞാൻ വെള്ളം ഇങ്ങനെ തളിച്ച് കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഒന്നായിട്ട് വെള്ളം എടുത്ത് ഒഴിക്കാറില്ല. പിന്നെ കുറച്ച് ദിവസം അങ്ങനെ വെച്ചതിന് ശേഷം ഞാൻ കുറച്ചുകൂടി വെളിച്ചമൊക്കെ ഉള്ള സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കാറുണ്ട്. പിന്നെ ഓവർ വാട്ടറിങ് ആ സമയത്ത് ഒഴിവാക്കാറുണ്ട് നട്ട ഉടനെ. പിന്നെ സാധാരണഗതിയിൽ ഇതൊരു മാർച്ച് മുതൽ സെപ്റ്റംബർ ആ ഒരു സമയത്താണ് നടുന്നത്. മഴക്കാലത്ത് നടാം, ആ സമയവും നമുക്ക് ചൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഞാൻ ഈ ഒരു പ്ലാന്റിന് കമ്പോസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് വളമായിട്ട്. വീട്ടിലുള്ള ലിക്വിഡ് ഫെർട്ടിലൈസർ, നമ്മുടെ കിച്ചൺ വേസ്റ്റുള്ള ലിക്വിഡ് ഫെർട്ടിലൈസറും എടുക്കാറുണ്ട്. അല്ലാതെ ഞാൻ 3 മാസമൊക്കെ കൂടുമ്പോൾ ഒന്ന് മണ്ണ് ഇളക്കി കൊടുത്തിട്ട് കമ്പോസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ മഴക്കാലത്ത് അങ്ങനെ വലിയ വളമൊന്നും ചെയ്യാറേ ഇല്ല കേട്ടോ. പിന്നെ ഇത് ബുഷിയായി ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് ഞാനിത് കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പ്രൂണിങ് ചെയ്യാറുണ്ട്. അത് മാത്രമല്ല, ഞാൻ ഈ ഡ്രൈ ലീവ്സും ഡെഡ് ലീവ്സും യെല്ലോ ലീവ്സും ഒക്കെ പെട്ടെന്ന് അങ്ങ് പറിച്ച് കളയാറുണ്ട്. അത് എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ ഈ വെട്ടിയ ഭാഗത്ത് നമുക്ക് സാഫൊക്കെയാണ് എല്ലാവരും തേച്ച് വിടുക. പക്ഷെ ഞാൻ നമ്മുടെ കറുവാമ്പട്ടയില്ലേ, നിങ്ങളെന്താ പറയാമെന്ന് എനിക്കറിയില്ല, സിനമൺ പൗഡറാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് ഞാനിങ്ങനെ അത് പൊടിച്ചിട്ട് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ വെട്ടിയ ഭാഗത്തൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാറുണ്ട്. അത് അങ്ങനെ ചെയ്താൽ ഇൻഫെക്ഷൻ ആവില്ല എന്ന് ഒരു നഴ്സറിയിൽ നിന്ന് പറഞ്ഞു തന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ നമ്മളിത് പുതിയ ചെടി ഉണ്ടാക്കുമ്പോൾ ഒരു 5-6 ഇഞ്ച് കട്ടിയുള്ള സ്റ്റെമ്മ് എടുക്കാൻ നോക്കുക കേട്ടോ. അതാണ് ഏറ്റവും നല്ല രീതിയിൽ പിടിക്കുക. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പം എൻ്റെ ഈ പോട്ട് അത്യാവശ്യം നിറഞ്ഞു. ഇത് ഏകദേശം റീപോർട്ട് ചെയ്യാൻ ഇത് ഏകദേശം 2 വർഷമായി ഞാൻ പിടിപ്പിച്ചിട്ട്. അപ്പോൾ റീപോർട്ടൊക്കെ കുറച്ച് ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചെയ്തു കൊടുക്കാം. പിന്നെ സാധാരണഗതിയിൽ ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ ഇലകൾ വീണ് പോകാറുണ്ട്. അത് ഓവർ വാട്ടറിങ് കൊണ്ടാണ്. അപ്പോൾ അത് ഓവർ വാട്ടറിങ് ഒഴിവാക്കുക. പിന്നെ ഇലകൾ ഉണങ്ങി പോകാറുണ്ട്. അത് ലോ ഹ്യൂമിഡിറ്റി കൊണ്ടാണ്. അപ്പോൾ അതൊന്ന് നേരെയാക്കുക. പിന്നെ പെസ്റ്റിൻ്റെ ഒരു പ്രശ്നം ചിലപ്പം വരാറുണ്ട്. അപ്പോൾ നീം ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. പിന്നെ ഗ്രോത്ത് കുറവാണെങ്കിൽ നമ്മൾ സൺലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് എടുത്ത് വെക്കുകയും പ്രൂണിങ് ചെയ്യുകയും കുറച്ച് സ്പേസ് വേണമെങ്കിൽ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് മാറ്റി വയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ കെയറിങ്ങും വാട്ടറിങ്ങും സൺലൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ. ഈ പ്ലാന്റിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. പുതിയൊരു വീഡിയോയുമായി നാളെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.